എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പോവത്തിങ്കൽ അച്ഛാ, സ്വാഗതം. ശ്രീ മനോജ് ജോർജ്, മനോജ് ഏട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. സിസ്ലി, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമ്മുടെ ഓർക്കസ്ട്രയും കൂടി നമുക്ക് വെൽക്കം ചെയ്യാം വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. ആദ്യം വേദിയിലേക്ക് മത്സരിക്കാനായിട്ട് എത്തുന്നത് ഫ്രഷ്ന മരിയ ജുവൽ ആണ്. വരൂ. കൃഷ്ണക്കുട്ടി എപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുക. എപ്പോഴും നല്ല എന്ത് രസമായിട്ടാണ് വേഷമൊക്കെ ഇട്ടിട്ട് വരണേ. ഇത് അമ്മയാണോ ഇങ്ങനെയൊക്കെ ഒരുക്കി റെഡിയാക്കി കൊണ്ടുവരണേ? ആ, എപ്പൊ തുടങ്ങി മേക്കപ്പ് ചെയ്യാൻ? ഓഹോ, ഒരു 1.5 മണിക്കൂർ എടുത്തോ? ഓക്കെ, മോള് റെഡിയാണല്ലോ ഇന്നത്തെ മത്സരിക്കാനൊക്കെ ആയിട്ട്? പാട്ടൊക്കെ ആയിട്ട് റെഡിയാണ്. അതിനു മുമ്പേ നമുക്കൊരു ഗുഡ് ന്യൂസ് പറയണ്ടേ എല്ലാവരുടെ അടുത്തും? ജഡ്ജസിന്റെ അടുത്ത് പ്രത്യേകം പറയണം. കൃഷ്ണക്കുട്ടിക്ക് ഇപ്പോ ഓൾ കേരള ലെവലില് ഷോർട്ട് ഫിലിം ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഷോർട്ട് ഫിലിമില് മികച്ച ബാലതാരത്തിനുള്ള ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ കൈ വീശിയാണോ വന്നേ? ഞങ്ങൾക്കൊരു മിഠായിയോ അറ്റ്ലീസ്റ്റ് ഒരു ലഡുവോ ഒന്നും കൊണ്ടുവന്നില്ലേ? എപ്പോ? ഈ പാട്ടിന്റെ കൂടെ ഫുൾ മാർക്ക് വാങ്ങിക്കുമ്പോ ഒരുമിച്ച് ഞങ്ങക്ക് തരണം. ഓക്കെ, ഫുൾ മാർക്ക് വാങ്ങിക്കണം, നന്നായിട്ട് പാടണം. ഓക്കെ, അപ്പൊ ഫ്രഷ്നക്കുട്ടിയുടെ നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. മോളെ നന്നായി പാടൂ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു.
കൃഷ്ണക്കുട്ടി ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള പാട്ടാണ് പാടിയത് അല്ലേ? ആം. എന്ത് ചോദിച്ചാലും ഇങ്ങനെയാണ് ആൻസർ ചെയ്യാ. ആം. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു കൃഷ്ണക്കുട്ടിയുടെ പാട്ട്? കൃഷ്ണ അതിമനോഹരമായിട്ട് പാടി. വെരി ഗുഡ്. നല്ല ബ്യൂട്ടിഫുൾ സിംഗിങ്, നല്ല ക്ലിയർ ആർട്ടിക്കുലേഷൻ ആണ്. നന്നായിട്ട് ശ്രുതിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. സംഗതികളൊക്കെ പലതും വളരെ മനോഹരമായിട്ട് ഡെലിവർ ചെയ്തു. നന്നായിട്ട് പാടി. നല്ലൊരു പാട്ടാണത്. നല്ല ഒരു സ്പീഡ് ടെമ്പോ
മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു പാട്ടാണ്, നല്ലൊരു മെലഡിയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇനിയും മനോഹരമായിട്ട് പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഫാദർ. മനോജേട്ടാ. ഫ്രഷ്ണക്കുട്ടി, എന്തോ ഫ്രഷ്ണക്കുട്ടിയെ വളരെ മനോഹരമായിട്ട് പാടിയില്ല ഈ പാട്ട്. എനിക്ക് തോന്നുന്നു ഓരോ സമയത്തും ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. എനിക്ക് തോന്നുന്നത് നോട്ട്സൊക്കെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് നോട്ട്സ് ആയിരുന്നു, ശ്രുതിയൊന്നും പോവാതെ. നല്ല ക്യൂട്ട് വോയിസൊക്കെ നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ആ നോട്ട്സിൻ്റെ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഡൈനാമിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ റിക്വയർഡ് എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഈ പാട്ടിൽ ഫ്രഷ്ണക്കുട്ടി കൊടുത്തത്. ഞാനിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു, വലിയ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ നന്നായി എനിക്ക് തോന്നുന്ന നല്ല എനർജിയൊക്കെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് പാടി മോള്. പിന്നെ ആകെ ഒരു കാര്യം തോന്നിയത് എന്താണെന്നറിയാവോ, ഇങ്ങനത്തെ ഒരു ഫാസ്റ്റ് നമ്പറൊക്കെ പാടുമ്പോൾ ഒന്ന് ചിരിച്ച് കുറച്ചുകൂടെ പുഞ്ചിരി ആവാൻ തോന്നുന്നു. ഒന്ന് എന്താ പറയുക, ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് കൊണ്ടുവരാമെന്ന് തോന്നി. അത് വെച്ചാൽ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സിസ്ലി. പ്രശ്ന, എന്തോ പ്രശ്നയ്ക്ക് ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. അവാർഡൊക്കെ കിട്ടി വിൻ ചെയ്തിരിക്കുകയാണല്ലോ. താങ്ക് യു. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ. നമുക്ക് ഒരു ടാലന്റ്, സിംഗിങ് ടാലന്റ് കിട്ടുന്നതിന് വലിയൊരു കാര്യം. എൻ്റെ കൂടെ മൾട്ടിപ്പിൾ ടാലൻസ് ആണ് അല്ലേ, ഒരു ആക്ടറും കൂടെയാണ്. അപ്പം മോൾക്ക് എല്ലാ നല്ല ആശംസകളും നേരുന്നു കേട്ടോ. എല്ലാത്തിലും ശോഭിക്കാൻ കഴിയട്ടെ കേട്ടോ. താങ്ക് യു. മോളുടെ ഈ ഒരു റൗണ്ട് ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്തിരിക്കുമായിരുന്നു. എന്താന്ന് വെച്ചാൽ കുറച്ച് കുറ്റം കണ്ടുപിടിക്കാം എന്ന് ഓർത്തിട്ട്. എന്താണെന്നറിയോ, ഫ്രഷ്നയുടെ സൗണ്ട് കുറച്ച് മെലഡി സോങ് പാടാൻ പറ്റിയൊരു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മോൾ ആ മെലഡി സോങ്സ് ആണോ കൂടുതൽ പാടാറ്? അപ്പൊ ഇനി ഫാസ്റ്റ് റൗണ്ട് വരുമ്പോൾ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. അപ്പൊ എന്തായാലും മോളെ അവിടെ പിടിക്കാം എന്നൊക്കെ ഓർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ മോൾ അത് മുൻകൂട്ടി കണ്ട് ഒന്ന് പ്രിപ്പയർ ആയി വന്നു. അതിൻ്റെ ഒരു ഡിഫറൻസ് സ്റ്റേജിൽ കാണാനുണ്ടായിരുന്നു. മോൾ ഒച്ചിരി ഒന്ന് അതിനായിട്ട് ശക്തിയെടുത്ത് ആ വോയിസ് ടെക്സ്ചർ എൻ്റെ മൈൽഡ് ആണ്, പക്ഷെ ഞാൻ അതിനെ ഒന്ന് ഫാസ്റ്റ് റൗണ്ടിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയെടുത്തു. അത് വളരെ കമൻഡബിൾ ആണ്. മോൾ ആ സ്ട്രെങ്ത് എടുത്തത് മോളുടെ പാട്ടിൽ കാണാനുണ്ടായിരുന്നു. ബിക്കോസ് ആ ഫാസ്റ്റ് റൗണ്ടിന് അത് വേണം, എന്നാലാണ് ആ പാട്ടിനൊരു ഒരു ജോഷ് കിട്ടത്തുള്ളൂ. അപ്പം അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം വളരെ നല്ല കാര്യം. പിന്നെ ഈ പാട്ടിന്റെ കണ്ടന്റ് എന്തായിരുന്നു? മോള് ലിറിക്സ് ശ്രദ്ധിച്ചായിരുന്നോ? ദൈവത്തിന്റെ വചനം. വെരി ഗുഡ്. ദൈവത്തിന്റെ വചനം ബാക്കി പറഞ്ഞു. ദൈവത്തിന്റെ വചനം നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കണം. തിരുവചനത്തെ കുറിച്ചായിരുന്നു അല്ലെ? ദൈവത്തിന്റെ വചനം എന്തൊക്കെ മാറിയാലും, ആകാശം മാറി ഭൂമി മാറി നമുക്ക് അങ്ങനെ മാറാറില്ല. ഇനി അത് മാറിയാലും ദൈവത്തിന്റെ വചനം, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, ബൈബിളിലെ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങള്, വേർഡ് ഓഫ് ഗോഡ് ഒരിക്കലും മാറത്തില്ല എന്നാണ് ഇവിടെ നമ്മളത് വിശ്വസിക്കണം. അപ്പൊ അതാണ് ഈ തിരുവചനത്തെ കുറിച്ചാണ് മുഴുവനും ഈ പാട്ട് എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ ഓരോ ഫ്രേസ് പറയുന്നതും ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള വചനമാണ് മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക്. അപ്പൊ അതിന്റെ ആ ഒരു ഫീലിംഗ് തന്നെ മോള് പാടി ഇപ്പൊ കിട്ടി. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഗോഡ് ബ്ലെസ് യു. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. താങ്ക് യു. യെസ്, ഫ്രഷ്ന, ഇത് ഫ്രഷ്നയുടെ ഫസ്റ്റ് റൗണ്ടിലത്തെ ലാസ്റ്റ് ഗാനമായിരുന്നു അല്ലേ? മോൾക്ക് ഉറപ്പാണോ മോള് സെക്കൻഡ് റൗണ്ടിലേക്ക് വരും? ഉറപ്പാണ്. അതുകൊണ്ടൊന്ന് ഉഴപ്പിയേക്കാന്ന് വിചാരിച്ചോ ഈ പാട്ടിന്റെ പ്രാക്ടീസ് എന്ന് വിചാരിച്ചപ്പോ? ഇല്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു അല്ലേ? അതാണ് ഞങ്ങൾ ഇന്നിപ്പോ കാണുകയും ചെയ്തത്. അപ്പൊ മോൾക്ക് ഫസ്റ്റിനും സെക്കൻഡിനും കിട്ടിയ മാർക്കും കൂടെ പറഞ്ഞേ. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയത് 24 ആയിരുന്നു. സെക്കൻഡ് റൗണ്ടില് 25.5. ഓക്കെ, അപ്പൊ ഇന്ന് അതിലും കൂടുതൽ കിട്ടില്ലേ? നോക്കാം. സിസ്ലി എത്ര മാർക്കാണ്? ഫ്രഷ്നിക്ക് 24, പിന്നെ 25.5 ആയിരുന്നു അല്ലേ? അപ്പോ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അതിൽ കൂടുതൽ തരാതിരിക്കാൻ പറ്റില്ല. 9 മാർക്സ്. താങ്ക് യു. മനോജേട്ടാ. ഫ്രഷ്നക്കുട്ടി പാട്ടിൽ മാത്രമല്ല അഭിനയത്തിലും അങ്ങനെ ഒരു സകല കലാവല്ലഭയാണ് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പാടിയത് അതിമനോഹരായതുകൊണ്ടും ഇംപ്രൂവ്മെന്റ് നന്നായിട്ടുള്ളത് കൊണ്ടും 9 മാർക്സ്. അപ്പോൾ ഫ്രഷ്നയ്ക്ക് എന്തായാലും
27 മാർക്ക് കിട്ടണം എന്നുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. 9 മാർക്സ്. Wow! Number 27 on 30. Congratulations. താങ്ക് യു. ഓക്കെ, അപ്പൊ കണ്ടോ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, കുറേ മാർക്കും കിട്ടും അല്ലേ? അപ്പൊ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വരണം ഇനി വരുമ്പോ സെക്കൻഡ് റൗണ്ടിലേക്ക് കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു തുടക്കമായിരുന്നു നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 എപ്പിസോഡ്. 27 മാർക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ അടുത്ത കണ്ടസ്റ്റന്റിന്റെ പാട്ടൊന്ന് കേൾക്കട്ടെ. ഓക്കെ, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ഗാനം ആലപിക്കാനായിട്ട് വേദിയിലേക്ക് എത്തുന്നത് സാവിയോ ജോസ്. ഹായ് സാവിയോ. ഹലോ. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. ഓക്കെ, മറ്റുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ മോൻ ഇരുന്ന് ടിവിയിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ മോൻ എന്താ അതിൽ നിന്നും മനസ്സിലാക്കിയത്? ഇനി പറഞ്ഞ മിസ്റ്റേക്ക് ഒക്കെ പാടി പഠിച്ച് റെഡിയാക്കി എടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ജഡ്ജസ് ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഇല്ലേ, അതൊക്കെ മോൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോ? അപ്പൊ അത് മോൻ പ്രാക്ടീസ് ചെയ്യുമ്പോ അങ്ങനത്തെ കുറവുകളൊന്നും വരാതെ നോക്കിയിട്ടുണ്ടാവണം അല്ലേ? ഓക്കെ, അപ്പൊ സാവിയോ ഇനി പാടാൻ പോകുന്നത് മെലഡിയാണ് പാടാൻ പോണത്. ഓക്കെ, അപ്പൊ മോൻ കണ്ടല്ലോ കേട്ടല്ലോ, ഇപ്പൊ തൊട്ട് മുന്നേ പോയ കുട്ടിയാണ് ടോപ്പ് മാർക്ക് വാങ്ങിയിരിക്കുന്നത്. ആ കുട്ടീനെ നമുക്ക് ഇപ്പൊ പ്രാവശ്യം ബ്രേക്ക് ചെയ്യണം. അത്ര നന്നായിട്ട് മോൻ പാടാൻ നോക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പാടിയിട്ട് എന്ത് തോന്നി? കുഴപ്പമില്ല, എന്നാലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഉണ്ടോ? അതെവിടേക്കാ മിസ്റ്റേക്സ് പറ്റിയേ? അത് ഇത്തിരി സ്ഥലങ്ങളൊക്കെ. അയ്യോ, അതെന്ത് പറ്റി? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലേ മോൻ? പിന്നെ എന്തു പറ്റി? പേടിയുണ്ടായിരുന്നോ? എന്തിനാ പേടിക്കുന്നേ? ഒന്നും ഓൾറെഡി ഇവിടെ വന്നു പോയ മോനല്ലേ, പിന്നെ ഇപ്പൊ ആരെയാ പേടിക്കുന്നേ? അച്ചോ സിസ്ലി, എവിടേക്കാ ഞങ്ങക്ക് തെറ്റ് പറ്റിപ്പോയേ? സാവിയോക്ക് തെറ്റ് പറ്റിയോ പാട്ടില്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലായിരുന്നു, പറഞ്ഞപ്പോഴാ മനസ്സിലായേ. എന്ത് പറ്റി? അതുകൊണ്ട് ഇനി മാർക്ക് കുറപ്പോ? അവര് മാർക്കിട്ടും വെച്ചത്. അപ്പൊ മോ തെറ്റിന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും? പാവം കേട്ടോ, അതിനെ വിഷമിപ്പിക്കണ്ട. മോനെ നന്നായി പാടി കേട്ടോ. താങ്ക് യു. എത്ര വയസ്സുണ്ട് മോന്? 13 വയസ്സ്. ഓക്കെ. സാവിയോക്ക് ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ? അമ്മാന്. മെലഡി റൗണ്ട് ആണെന്ന് അറിഞ്ഞോണ്ടല്ലേ എടുത്തേ? ആ, അപ്പോ ഇത് ഇച്ചിരി ഒരു സെമി ക്ലാസിക്കൽ പാട്ടായി പോയില്ലേ? ഒരു മെലഡി പാട്ട് എടുക്കാമായിരുന്നു. ചേച്ചിയുടെ ഒരു സജഷൻ. നമുക്ക് ഇനി സെമി ക്ലാസിക്കൽ റൗണ്ട് ഒക്കെ വരും, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് മെലഡി റൗണ്ട് വരുമ്പോ കുറച്ചും കൂടി ഒരു സിമ്പിൾ മെലോഡിക് ആയിട്ടുള്ള ഒരു സോങ് എടുക്കാമായിരുന്നു കേട്ടോ. മോന്റെ ഈ പ്രായത്തിന് ഇച്ചിരി ഹെവി സോങ് ആയിരുന്നു ഇത്. മോന് അത് ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. മോൻ പറഞ്ഞ കറക്റ്റ് ജഡ്ജ്മെന്റ് ആണ് കേട്ടോ. ഇച്ചിരി അവിടെ എവിടെയൊക്കെ ഈ പാട്ട് ഇച്ചിരി ഹെവി ആയിരുന്നു. ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര ഹെവി ആയിട്ടൊരു പാട്ട് എടുത്തോണ്ട് വന്നാൽ നമുക്ക് നന്നായിട്ട്, അങ്ങനെയല്ല. മോൻ എന്താണോ കംഫർട്ടബിൾ പാടാനായിട്ട് ആ റൗണ്ടിന് പറ്റുന്ന ഒരു നല്ല സോങ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. മോൻ്റെ ഓർക്കസ്ട്ര ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ. അപ്പോൾ പ്രിൻസേട്ടൻ നോക്കി എവിടെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിൻസേട്ടൻ ടൈമിംഗ് തന്നു. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാവുമ്പം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നന്നായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. അത് മോൻ്റെ ആ ഒരു കോർഡിനേഷൻ നന്നായിരുന്നു കേട്ടോ. അതുപോലെ ഓർക്കസ്ട്ര വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ബിജു ചേട്ടാ, ഷാൻ ചേട്ടാ, അതുപോലെ ഫ്ലൂട്ട് ജോസഫ് ഏട്ടൻ, ഗിറ്റാർ അവരെല്ലാവരും, ജോസി ചേട്ടൻ, ശശി ചേട്ടൻ, പ്രിൻസ് ഏട്ടൻ, ഇവരെല്ലാവരും നന്നായിട്ട് മോനെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. എനിക്കിതാണ് മെയിനായിട്ട് പറയാനുള്ളത്. മോൻ്റെ ഈ ഒരു പാട്ടിച്ചിരി ഹെവി ആയിപ്പോയി എന്നുള്ളത് മാത്രമേ എനിക്കൊരു സങ്കടമുള്ളൂ. അപ്പം നെക്സ്റ്റ് ടൈം മോൻ്റെ സെലക്ഷൻ ഓഫ് സോങ്ങിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാട്ട് എന്താ പറയുന്നതെന്ന് മോന് മനസ്സിലായോ? ലിറിക്സ് ഒക്കെ നോക്കിയായിരുന്നോ? എന്താ പറയുന്നേ? ആരാന്ന് ഒരാളെ പറ്റി ചോദിക്കുന്നുണ്ടോ? ആരാണ് എൻ്റെ അയൽക്കാരൻ, എൻ്റെ നെയ്ബർ ആരാണ് ശരിക്കും എന്നുള്ള ഒരു സെർച്ചിങ് ആണ് ഈ പാട്ടില്. അപ്പോൾ നമ്മൾ ബൈബിളിൽ ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞ നല്ല സമരിയാക്കാരൻ അല്ലേ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ഒരു ചില സമയത്ത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ രക്ഷകരായിട്ട് ഓടിയെത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ അയൽക്കാർ, നമ്മുടെ ചുറ്റുമുള്ള നല്ല അയൽക്കാർ ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സോങ് കൂടിയായിരുന്നു ഇത്. അപ്പോൾ മോന് എല്ലാവിധ ആശംസകളും. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി മോന് പറ്റുന്ന ഒരു പാട്ട് എടുത്തോണ്ട് വരാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ. സാവിയോ എന്തോ സാവിയോ എന്താ പറയുക, വളരെ മനോഹരമായിട്ട് ഇത് റെൻഡർ ചെയ്തു. എനിക്ക് തോന്നുന്നത് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ. എന്നാലും ഞങ്ങൾക്ക് അത് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. എന്തായിരുന്നു ടെൻഷന് കാരണം? പാട്ട് പ്രാക്ടീസ് കുറവായിരുന്നോ? കുറവായിരുന്നു. അയ്യോ. അപ്പൊ പ്രാക്ടീസ് എന്തുകൊണ്ടാണ് ഇത് പാട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്? 1 മാസം 2 മാസം. പക്ഷെ അധികം പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റിയില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. എനിക്ക് സിസ്ലി പറഞ്ഞതുപോലെ തന്നെ തന്നെയാണ് എനിക്കും തോന്നിയത്. കാരണം ഇച്ചിരി ഈ ഒരു ഏജിന് അല്ലെങ്കിൽ മോൻ്റെ ഒരു പ്രായത്തിന് പറ്റിയ പാട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം അത് ഇനി പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് എടുക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഇത് ഈ പാട്ട് പാടണമെങ്കിൽ കുറച്ചുകൂടെ രാഗങ്ങൾ കുറച്ചുകൂടെ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കർണാട്ടിക് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. അപ്പം ഈ രാഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഈ രാഗത്തിലുള്ള എക്സസൈസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്? ഇല്ല. ഓക്കെ.
കാരണം ഇത് സിന്ധു ഭൈരവി എന്നുള്ള വളരെ പ്രശസ്തമായൊരു രാഗമാണ്. ഇതിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രാഗമൊക്കെ എടുത്ത് പാടുമ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഈ സരള വരിശകൾ, രണ്ട് വരിശകൾ, അങ്ങനെ ഒരുപാട് എക്സസൈസുകളുണ്ട്. അത് ഈ രാഗത്തിൽ വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ, പ്രത്യേകിച്ച് മോനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ആലാപനങ്ങളുണ്ടല്ലോ, വെച്ചിട്ട് അവിടെയൊക്കെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റും. അപ്പം അങ്ങനെ ശ്രുതിപ്പെട്ടി വെച്ച് അതുപോലെ മെട്രോണോം അതൊക്കെ ഇട്ടിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഏത് രാഗമാണെങ്കിലും ഈ എക്സസൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സെമി ക്ലാസിക്കൽ പാട്ടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ രാഗത്തിലുള്ള ഒരുപാട് വേറെ പാട്ടുകൾ പാടി പഠിക്കുക, അതുപോലത്തെ ഇങ്ങനത്തെ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ പാട്ടൊക്കെ നന്നായിട്ട് പാടാൻ പറ്റും, ഇതിലും നന്നായിട്ട് പാടാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അച്ഛാ, സാവിയോ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു. ഇതൊരു ടഫ് സോങ് ആണെങ്കിലും സാവിയോ വളരെയധികം പരിശ്രമിച്ചു അത് മനോഹരമാക്കാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ രാഗ ബേസ്ഡ് ആയിട്ടുള്ളൊരു പാട്ട് ഇങ്ങനെ ഇവിടെ അധികം വന്നിട്ടില്ല. അപ്പം അത് ആ അർത്ഥത്തിൽ ഈ പാട്ടിനൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ പോലെ സിന്ധു ഭൈരവി രാഗം, പക്ഷെ അതുകൊണ്ട് തന്നെ അതിന് ചലഞ്ച് കൂടുതലാണ്. അതിൻ്റെ നുവാൻസസ്, സട്ടിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട്. തുടക്കത്തിലത്തെ ഹമ്മിങ് ഒരുവിധം നന്നായിട്ട് മാനേജ് ചെയ്തു. പിന്നത്തെ ഹമ്മിങ്ങുകളൊക്കെ വരുമ്പോൾ കുറച്ച് ഒരു ക്ഷീണം പോലെ അനുഭവപ്പെട്ടു. പക്ഷെ നല്ല പവർഫുൾ വോയിസാണ് മോൻ്റെ, നല്ല ഗംഭീരമായിട്ടുള്ള ശബ്ദമാണ്. ഓക്കെ, സിന്ധു ഭൈരവി രാഗത്തിൻ്റെ ഒരു ഫീൽ കൊണ്ടുവരാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പാട്ട് അങ്ങനത്തെ ഒരു കോമ്പോസിഷൻ കൂടിയാണല്ലോ അത്. അപ്പോൾ നല്ല ആശംസകൾ. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞ പോലെ ഓർക്കസ്ട്ര നല്ല സപ്പോർട്ട് തന്നു അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം ആ സിന്ധു ഭൈരവി രാഗത്തിൻ്റെ എസെൻസ് കൊണ്ടുവരാൻ വേണ്ടി ഫ്ലൂട്ടും കീബോർഡും അവരൊക്കെ നന്നായിട്ട് നമ്മളെ സഹായിച്ചതുകൊണ്ട് നമുക്ക് ഈസിയായി കാര്യങ്ങൾ അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ ഇപ്പോൾ? 8th കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ടുള്ളൂ തുടങ്ങിയിട്ട്? 3 വയസ്സ് തുടങ്ങി പഠിച്ചു, പക്ഷെ കുറെ ബ്രേക്ക് വന്നു. എന്നിട്ട് എത്ര നാൾ കഴിഞ്ഞ് പിന്നെ പുനരാരംഭിച്ചേ? ഇപ്പൊ ഒരു 7 മാസമൊക്കെ. ഓ, വലിയ ഗ്യാപ്പ് വന്നു. വീണ്ടും ആദ്യം മുതൽ പഠിക്കേണ്ട ഗതികേട് വന്നു. സാരില്ല, ഇപ്പൊ മോനും അധികം പ്രായമൊന്നായിട്ടില്ലല്ലോ, പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. ഉത്സാഹിക്കാൻ. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിനേക്കാൾ ഗംഭീരമാക്കാനായിട്ട് പറ്റും. ഓൾ ദ ബെസ്റ്റ്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഫാദർ. യെസ്. എന്താണ് ഇനി എത്ര മാർക്ക് കിട്ടും എന്നുള്ളതിന്റെ ഒരു ടെൻഷനാണോ? ആണോ? അപ്പൊ എന്താ തോന്നുന്നേ മോനെ? എത്ര തരുമായിരിക്കും അവര്? നല്ല മാർക്ക്. എത്ര കിട്ടും? അങ്ങനെ എന്നാലും മനസ്സിലൂടെ പോകുന്ന എത്രയെന്നാ? 20 മേളില് കിട്ടുവോ ആയിരിക്കും. അത്ര ഡൗട്ടാണോ? എന്നാ നമുക്ക് ചോദിക്കാലോ സാവിയോക്ക് എത്ര മാർക്കാണെന്ന്. കോളേജാ സാവിയോക്ക് 8 മാർക്ക്. താങ്ക് യു. മനോജ് ചേട്ടാ? സാവിയോക്ക് 7.5. താങ്ക് യു. സിസ്ലി? 7.5. താങ്ക് യു. അപ്പൊ 20 മേളില് കിട്ടുമായിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ കിടന്ന് ഡൗട്ടായിരുന്നു. പക്ഷെ കുട്ടിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 23 മാർക്സ് ആണ് 30-ല്. സന്തോഷാണോ? മോൻ എത്ര അപ്പൊ വിചാരിച്ചേ ശരിക്കും? 20 മേളില് കിട്ടണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ ഇങ്ങനെ മത്സരിക്കാൻ വരുന്നത്? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ഓരോ കുട്ടികളും വന്ന് 27, 28 മാർക്കും കൊണ്ടൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ഇങ്ങനെ 20 മേളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. എനിക്ക് 30 മാർക്സും വാങ്ങണം എന്നുള്ള രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്ത് വരാൻ കേട്ടോ. ശരി, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ബൈ. ഒന്നിനൊന്നും മെച്ചപ്പെട്ട പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രോഗ്രാം കാണുന്നതിനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആയിക്കോട്ടെ, ആ ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, പ്രേഷർ എന്നുള്ള രീതിയിൽ നമുക്കും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ക്ഷണിക്കാം ആൻ തെരേസനെ. ഹലോ ആൻ.
ആൻ എവിടുന്നായിരുന്നു വരുന്നേ? ഞാൻ ഇടുക്കിയിലെ തൊടുപുഴയിൽ നിന്നും വരുന്നു. ഓക്കെ, ആനും ഇനി പാടാൻ പോകുന്ന ഒരു ഫാസ്റ്റ് നമ്പർ കാറ്റഗറിയിലുള്ള പാട്ടാണ് അല്ലേ? ഫ്രഷ്നെയും പാടിയത് ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള പാട്ടായിരുന്നു. അപ്പൊ ആൻ നന്നായിട്ട് പാടുക. പാട്ടിന് ശേഷം കാണാം കേട്ടോ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം.
തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം 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 അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുകില്ല നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. എന്ത് നല്ലൊരു മ്യൂസിക് ഉള്ള പാട്ടാ മോള് സെലക്ട് ചെയ്തത്. എന്നിട്ട് അത് പാടുമ്പോ എന്തുകൊണ്ട് ഈ ഒരു ചിരി അന്നേരം പാടുമ്പോ ചിരിക്കാതെ ഇരുന്നത്? ഭയങ്കര സീരിയസ് ആയിട്ട് നിന്നോ പാടിയോ പോലെ. നമുക്ക് അവിടെ ഇരുന്ന് സിസ്ലി ചേച്ചി അവരൊക്കെ ഇരുന്ന് അവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോള് മാത്രമേ നോക്കുമ്പോ ഭയങ്കര സീരിയസ് ആയിട്ട്. എന്ത് നല്ല ടെമ്പോ ഇതൊക്കെയായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് പാടിക്കൂടെ? വീട്ടിൽ പ്രാക്ടീസ് ചെയ്തപ്പോ അങ്ങനെയൊക്കെയാണോ ചെയ്തത്? ഇങ്ങനെ തന്നെയാണോ ചെയ്തേ? പാട്ട് ഇങ്ങനെ നിന്ന് പാടുമായിരുന്നോ? ആ പാടുന്നത് അങ്ങനെയാണോ പൊതുവെ? അല്ല. പക്ഷെ ഇന്ന് മാത്രം അങ്ങനെ ആയിപ്പോയി. അതെന്തു പറ്റി? ഇതൊരു പെർഫോമിംഗ് വേദിയും കൂടിയല്ലേ? പാട്ടും നിങ്ങളുടെ ഓരോ ഓവറോൾ പെർഫോമൻസും കൂടിയല്ലേ നമ്മൾ നോക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. സിസിലി എങ്ങനെ ഉണ്ടായിരുന്നു? സിസിലി ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? ഈ ബീറ്റൊക്കെ കേട്ടാ എങ്ങനെ തുള്ളാതിരിക്കും. അതെ. അന്ന തെരേസ മാത്രം ഇങ്ങനെ നിശ്ചയം നിശ്ചയം അതോ നിശ്ചയം എന്നിങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ക്യാമറ നോക്കി മാത്രം ഇരുന്നു. ഞങ്ങളെല്ലാരും ഇവിടെ നിന്ന് അർമാദിക്കുകയായിരുന്നു. എവിടെ കാണാൻ? പിന്നെ കോമ്പറ്റീഷൻ അല്ലേ, ഞാൻ ഇവിടെ പാടാൻ വന്നിരിക്കുവല്ലേ എന്ന് ഞങ്ങൾ എങ്ങനെ സന്തോഷിക്കാൻ? ആണോ? അതുകൊണ്ടാണോ? അല്ല. ഓക്കെ, മോള് നന്നായിട്ട് പാടി കേട്ടോ. പിച്ച് സ്കെയില് കൂട്ടിയപ്പോ തന്നെ ഒരു ജീവൻ വെച്ചു പാട്ടിന്. പ്രത്യേകിച്ച് ഫീമെയിൽ വോയിസ് ഈ ബേസ് പാടുന്നേക്കാളും കുറച്ചും കൂടി, പ്രത്യേകിച്ച് മോളുടെ വോയിസിന്റെ ടെക്സ്ചറും അങ്ങനെയാണല്ലോ. അപ്പൊ ഇച്ചിരിയും കൂടി ഒന്ന് സ്കെയിൽ റേസ് ചെയ്യുമ്പം നമുക്ക് ആ പാട്ടിന്റെ സോള് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നല്ല ഒരു ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ടൈം. റെഡിയാണോ? ഓക്കെ. എന്താണ് നിശ്ചയം നിശ്ചയം അത് നിശ്ചയമായിട്ട് പറയുന്നത് ഈ പാട്ടില്? കുറെ പ്രാവശ്യം നിശ്ചയം നിശ്ചയം എന്ന് പാടിയല്ലോ. എന്താണ് നിശ്ചയം? അത് ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നിശ്ചയമായിട്ടും കിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈശോ വാക്കു പാലിക്കുന്നവനാണെന്നല്ലേ? നമുക്ക് തീർച്ചയായിട്ടും ഉത്തരം ഉണ്ടാവും എന്നുള്ളതാണ് നിശ്ചയമായിട്ട് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ലിറിക്സ് വളരെയധികം ശ്രദ്ധിച്ചാണ് പാടുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. എനിക്ക് തോന്നിയ മോള് ഇച്ചിരി ഹെഡ് വോയിസ് ഉപയോഗിച്ച് എന്ന് പാടിയെന്ന് എനിക്ക് തോന്നുന്നു. മോള് മെലഡീസ് പാടിയപ്പം ഈ ശബ്ദം അല്ലായിരുന്നു അന്ന് പാടിയപ്പോൾ. ഇച്ചിരിയും കൂടി ഒരു ഫാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു മോൾ ഇച്ചിരിയും കൂടി ഒരു ഹെഡ് വോയിസ് ഉപയോഗിച്ചാൽ പാടിയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചില സ്ഥലങ്ങളിൽ പിച്ചിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ലൈനില്ലേ, ചരണം തുടങ്ങുന്ന ലൈൻ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചരണം, സെക്കൻഡ് ചരണം തുടങ്ങുന്ന ലൈൻ, അപ്പം അതെല്ലാം ഒരു ഇച്ചിരി ശ്രുതി ചേരാനുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടെ എവിടെയും ശ്രുതി ഒരു ഇച്ചിരി ആ ഒരു ലൈൻ പാടിത്തരാമോ? ആ ഫസ്റ്റ് ലൈൻസ് മാത്രം പാടിത്തരാമോ? അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വെരി ഗുഡ്. ഇപ്പൊ നന്നായി പാടി കേട്ടോ. അതുപോലെ തന്നെ മാറയെ മാധുര്യമാക്കിയിടുമേ, ആ ലൈൻസും എപ്പോഴും തുടങ്ങുന്ന ലൈൻസ് ഇച്ചിരി ഒരു ശ്രുതിയുടെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ഹെഡ് വോയിസ് ഉപയോഗിച്ച് പാടുന്നതിൻ്റെതായ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തു. നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ വോയിസ് ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മോള് നന്നായിട്ട് ട്രൈ ചെയ്തു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ, അന്നമോൾ എന്തോ അന്നമോള് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഓളാണ് ഇവിടെ സൃഷ്ടിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ അത് ആസ്വദിക്കുകയായിരുന്നു മോളുടെ പാട്ട്. മോൾക്ക് ഞാൻ നോക്കുമ്പോൾ മോൾക്ക് നല്ലൊരു യുണീക്കായിട്ടുള്ളൊരു ശബ്ദമുണ്ട്. കുറച്ച് ബേസ് അല്ലെങ്കിൽ ഒരു ലോ എൻഡ് ഒക്കെ നല്ല പ്രസൻസ് ഉള്ള ഒരു വോയിസാണ്. എനിക്കത് വളരെ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ശബ്ദമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ട്.
മനസ്സിലായി. അപ്പം അത് ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം അങ്ങനെയൊക്കെ ഒരു ശബ്ദം കിട്ടുക, ആ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ്, ആ ഒരു യുണീക്കായിട്ടുള്ള, കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ശൈലി കൊണ്ടുവരിക, ആ ഒരു ശൈലിയിൽ പാടുക, അങ്ങനെ ഒരു നല്ലൊരു അനുഗ്രഹം മോൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാത്തു സൂക്ഷിക്കുക. പിന്നെ മോളുടെ ഒരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് പ്രൊനൗൺസിയേഷൻ. അത് വളരെ തുറന്ന്, വായൊക്കെ നന്നായിട്ട് തുറന്ന്, നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ട്രെയിനിങ്. അത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അങ്ങനെ തുറന്നാണ് ഉച്ചരിക്കാറ് ഇതിൻ്റെ വാക്കുകളെല്ലാം? ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നൊരു ദീദിയുടെ ഒക്കെ ഒരു ശബ്ദമൊക്കെ ഉണ്ടല്ലോ, ഒരു ഒത്തിരി വോയിസ്, ഒരു നല്ലൊരു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോളുടെ ശബ്ദം. അപ്പം അത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ പാട്ടൊക്കെ? കർണാട്ടിക് ഒക്കെ പഠിക്കുന്നുണ്ട്, അത് ദിവസം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എത്രയല്ല പഠിക്കുന്നത്? ഞാനിപ്പോ 10th-ലാണ്. 10th എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഇതാണ്, ഭയമാണ്, ഇപ്പൊ പാട്ട് നിർത്തി കളയോ. പക്ഷെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പഴയ പോലെ തന്നെ. വെരി ഗുഡ്, അത് കീപ്പപ്പ് ചെയ്യാം. പിന്നെ നേരത്തെ സിസ്ലിമ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്, ചില സ്ഥലങ്ങളിൽ ശ്രുതി ചില ഷാർപ്പായിട്ട് വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പാടിയല്ലോ ചരണവും അതുപോലെ അനുപല്യമെല്ലാം. പ്രത്യേകിച്ച് ആ 2 ലൈൻസാണ് എപ്പോഴും ഇത്തിരി ഷാർപ്പായുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നത്. അത് ശ്രുതി പെട്ടിയൊക്കെ ഓണാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ശ്രുതി വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറ്? ശ്രുതി അതുപോലെ താളം, മെട്രണോം അങ്ങനെ ചെയ്യാറുണ്ടോ? പക്ഷെ അത് സ്ഥിരമായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ശ്രുതിയിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ശ്രുതിയായിട്ട് ചേർന്ന് പോവുക. പിന്നെ അതുപോലെ ടെമ്പോ അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് മെട്രോണോം ഒരുപാട് സഹായിക്കും. അപ്പോൾ മെട്രോണോം ഇടുക, ശ്രുതി ഇടുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് കുറേ കറക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനും തിരുത്താനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നല്ലൊരു ഭാവിയുള്ളൊരു കുട്ടിയാണ്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. പോളിച്ച എന്നെ വളരെ മനോഹരമായിട്ട് പാടി. എന്നെ ഞങ്ങളൊക്കെ ഒരു ലഹരി പിടിപ്പിച്ചു. എന്ത് ലഹരിയായിരിക്കും? യേശു ലഹരിയില്ലേ, അതല്ല ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈശോ ലഹരി. അങ്ങനത്തെ ഒരു ലഹരി ഞങ്ങളൊക്കെ പിടിപ്പിച്ചു. പാട്ടിന് നല്ല ഒരു ശക്തി ഉണ്ടായിരുന്നു. എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കാനുള്ളൊരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു പാട്ടിന്. പക്ഷെ കുറച്ച് പേടിയുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു. പേടി ഉണ്ടാവുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. ഞങ്ങനൊക്കെ പഠിക്കുന്ന സമയത്ത് അമേരിക്കയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് പേടി വരുമ്പോൾ നമ്മുടെ ശരീരം ഒരു മരത്തിൻ്റെ കഷ്ണം പോലെയാണ്, വിത്ത് 0 റെസൊണൻസ്. മരത്തിൻ്റെ കഷ്ണത്തിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ലല്ലോ, അങ്ങനെ അധികം കേൾക്കില്ല. ആ സമയം നമുക്ക് ടെൻഷൻ ഇല്ലെങ്കിലോ നമ്മൾ ഒരു ഇരുമ്പ് ദണ്ട് പോലെയാണ്, വിത്ത് ഫുൾ റെസൊണൻസ്. അപ്പോൾ ആ ഇരുമ്പ് ദണ്ടിലടിക്കുമ്പോൾ മുഴക്കുണ്ടാവും, അതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. പേടി പലപ്പോഴും നമ്മുടെ പെർഫോമൻസിന് ആ രീതിയിൽ, പെർഫോമിങ് ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹോംവർക്ക് ശക്തിപ്പെടുത്തണം. ഹോംവർക്ക്, നമ്മുടെ ഒരുക്കം ഏറ്റവും ഗംഭീരമാക്കുമ്പോഴാണ് നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി കിട്ടുള്ളൂ. അപ്പോൾ പാട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞല്ലേ, എത്ര നാളായിട്ട്? ഈ വർഷം തുടക്കത്തിലാണ് തുടങ്ങിയത്, പാട്ട് പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, ഞാനൊരു 1-2 എക്സസൈസ് പറയാം. അപ്പോൾ അത് ചിലപ്പോൾ ഹെഡ് വോയിസിനെ കുറച്ചും കൂടി ഈസി ആക്കാൻ സഹായിക്കും. ഒന്നത് ചെയ്യാവോ? മുക്കിക്കൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ അങ്ങനെ ചെയ്യാവോ? മുക്കിക്കൂടെ ശ്വാസം എടുക്കുക, ശ്വാസം വിടുമ്പോൾ അതന്നെ ലിപ് ട്രിൽ എന്ന് പറയുന്ന എക്സസൈസാണ് അത്. ഒന്നും കൂടി. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന വായു, പെട്ടെന്ന് എടുക്കുന്ന വായുവിനെ നമ്മൾ സാവധാനം ഒരു
നിശ്ചിത അളവിൽ പുറത്തേക്ക് വിടുകയാണ്. അതിനെ കൺട്രോൾഡ് എക്സലേഷൻ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പ്രാണായാമ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ മോൾക്ക് എപ്പോഴെങ്കിലും അത് പഠിക്കാനും ചാൻസ് കിട്ടിയ പ്രാണായാമ പഠിക്കണം. ബ്രീത്തിങ് ടെക്നിക്സ് പാട്ടിന് ഒരുപാട് സഹായിക്കും. അപ്പോൾ നമുക്ക് വായുവിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കുറേ നേരം വായു ഹോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ എക്സസൈസിൻ്റെ ഒരു ഗുണം. ഇനി മേ എന്ന് പറഞ്ഞ മേ 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 മീ മേ മോ മോ മാ മാ ആ മിയാവ്. മ്യാവ് ഈ ഭാഗം നന്നായി മിയാവ് അനക്കി കൊടുത്തിട്ട് മ്യാവ് അതായത് നമുക്ക് പേടി വരുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ സ്റ്റിഫ്നെസ് വരും. ഈ ആർട്ടിക്കുലേറ്ററി മസിൽസ് എന്ന് പറയും. മുഖത്ത് ഒരുപാട് ആർട്ടിക്കുലേറ്ററി മസിൽസ് ഉണ്ട്. ആ സ്റ്റിഫ്നെസ് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് കിട്ടില്ല. കാരണം നമുക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ്, സ്ട്രെസ് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ പൊടിക്കൈകൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ മസിൽസൊക്കെ റിലാക്സ്ഡ് ആവും. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ബോഡി നമുക്ക് സപ്പോർട്ട് തരും. ഇനി ആദ്യത്തെ 4 വരി ഒന്നുകൂടിയും പാടിയുമ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഇതിൻ്റെ ഒരു കാര്യം, നിശ്ചയം നിശ്ചയം മത് നിശ്ചയം എന്ന് പറഞ്ഞോ? അങ്ങനെ പാടിയതാണോ? ഇല്ല. അത് തന്നെയാണോ പറഞ്ഞേ? കേട്ടതായിരിക്കും. ആദ്യത്തെ 4 വരി ഒന്ന് പാടൂ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകരുകില്ല. വെരി ഗുഡ്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഫ്രീഡം കിട്ടിയില്ലേ ഇവിടെ? കുറച്ചുകൂടി ഫോക്കസിങ് ഒന്ന് വോയിസിന് അല്ലേ? വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. സന്തോഷായോ? എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ട് മോൾക്ക് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഞാൻ സ്ട്രേറ്റ് മാർക്കിലേക്ക് പോവാണ്. കോളച്ച എത്ര മാർക്കാണ് ആൻ തെരേസയ്ക്ക്? അന്ന തെരേസ നന്നായി പാടി, 8 മാർക്ക്. താങ്ക് യു ചേച്ചി. മനോജ് ചേട്ടാ? എൻ്റെ മോൾക്ക് 8 മാർക്സ്. 8 മാർക്സ്. സിസ്ലി 8 മാർക്സ്. അപ്പോ ആൻ തെരേസയുടെ ഫസ്റ്റ് പാട്ടിന് 21 മാർക്കായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ പാട്ടിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 24 മാർക്കാണ് ഈ പാട്ടിൽ ലഭിച്ചിരിക്കുന്നത്. 3 മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത പാട്ടിലേക്ക് വരുമ്പോൾ ഇനി ഒരു 3 മാർക്കും കൂടെ കൂടുതൽ വാങ്ങി 27 വാങ്ങണം കേട്ടോ. ശരി, പോയിട്ട് വരും, കാണാം. വാശിയേറിയ ഈ മത്സരവേദിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞു. നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം. അപ്പോഴല്ലേ അതിന് കൂടുതലൊരു രസമുണ്ടാവുക അല്ലേ? അപ്പൊ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഏഞ്ചലിന, എന്തോ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഒന്നാമത്തെ കാര്യം ഞാൻ ഓർക്കുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. യേശുവും ഞാനും ഒന്നായി ചേരും, ആത്മാവിനാനന്ദമേ വേളയായി, എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ. അശ്വിൻ, എന്തോ അശ്വിൻ ആ ഒരു എൻട്രി ഉണ്ടല്ലോ, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു എൻട്രി തുടങ്ങിയത്. എഞ്ചലീന വളരെ നന്നായിട്ട് പാടി. പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഗുഡ് ജോബ്. ആവേശത്തിരയത് ഉയരുകയോ